വികസന കുതിപ്പിന് കരുത്താകുന്ന റാപ്പിഡ് റെയിലാണ് ബജറ്റിലെ വൻ പ്രഖ്യാപനം. കേന്ദ്രത്തിന്റെ ഹൈ സ്പീഡ് റെയിലിന് പകരമായി സംസ്ഥാനം വിഭാവനം ചെയ്യുന്ന RRTSന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 ഘട്ടമായി പദ്ധതി നടപ്പിലാക്കാനാണ് ആലോചന. അതേസമയം RRTക്ക് ഫണ്ട് വകയിരുത്തിയെങ്കിലും കെ റെയിൽ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്ന സൂചനയും ധനമന്ത്രി നൽകി. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ഗ്രഥനത്തിനുള്ള നെടുകയുള്ള വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDFന്റെയും BJPയുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സർ, പദ്ധതിയുടെ പേരുമായോ സാങ്കേതിക വിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല. അക്കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച എതിർപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നിലപാട്. കേന്ദ്രം മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹകരണവും ഉറപ്പാക്കും. സർ, ദീർഘകാല വികസന പരിപ്രേക്ഷ്യം തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടക്കടറ്റിലെ തവളയുടെ കാഴ്ചപ്പാടല്ല. ആഗോള ദേശീയ തലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വികസന സമീപനം തയ്യാറാക്കണം. കൂടാതെ കട്ടപ്പന തേനി തുരങ്കപാതയ്ക്കായി സാധ്യതാ പഠനം നടത്തും. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിന് 79 കോടി രൂപ അനുവദിച്ചു. വിഴിഞ്ഞം അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1000 കോടി രൂപ നിക്ഷേപിക്കും. MC റോഡ് വികസനത്തിന് 5217 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, വികസന മേഖലയിൽ ഈ ബജറ്റ് എത്രത്തോളം കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ചുള്ള പദ്ധതികൾ? അതിലിപ്പോൾ കെ റെയിൽ എന്ന പേരിന് വേണ്ടി മാത്രം അങ്ങനെ വാശി പിടിക്കില്ല എന്ന് പറയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ധനമന്ത്രിയുടെ വാക്കുകളിലുണ്ടായിരുന്നു? റോഷ്നി, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബജറ്റിൽ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്നതിനൊപ്പം കേരളത്തിന്റെ പൊതുവായ വികസന പദ്ധതികൾക്കും വലിയ തോതിൽ പണം വകയിരുത്തിയിട്ടുണ്ട് KN ബാലഗോപാൽ. 2 മണിക്കൂറും 53 മിനിറ്റുമുള്ള പ്രസംഗത്തിൽ അത്തരം കാര്യങ്ങൾക്ക് കുറച്ച് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിന് വേണ്ടി 1000 കോടി രൂപ, 5917 കോടി രൂപയാണ് MC റോഡിൻ്റെ നവീകരണത്തിനും വികസനത്തിനും വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്നലത്തെ മന്ത്രിസഭാ തീരുമാനമാണ് RRTS എന്ന അതിവേഗ റെയിൽ പദ്ധതി. അതിനുവേണ്ടി 100 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം, സംസ്ഥാനത്ത് ഇതുവരെ +2 വരെ ആയിരുന്നു സൗജന്യ വിദ്യാഭ്യാസം, നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം +2 വരെ ആയിരുന്നു. അത് ഡിഗ്രി വരെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അല്ലെങ്കിൽ സർക്കാർ സാലറി കൊടുക്കുന്ന എയ്ഡഡ് കോളേജുകളിൽ പഠിച്ച് സൗജന്യ വിദ്യാഭ്യാസം ഡിഗ്രി വരെ എന്ന കാര്യത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രസംഗത്തിലുണ്ട്. ആ തരത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വലിയ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടി ബജറ്റിൽ ഉൾപ്പെടുത്തണം എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കെ റെയിൽ പൂർണ്ണമായും കൈവിടുന്നില്ല. അത് CPIMന്റെ അല്ലെങ്കിൽ LDFന്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം, അവരുടെ ഒരു പറച്ചിലായിരുന്നു കെ റെയിൽ വരും കെട്ടോ എന്നത്. ആ രീതിയിൽ ആ തരത്തിൽ തന്നെയാണ് KN ബാലഗോപാൽ അത് അവതരിപ്പിച്ചിരിക്കുന്നതും. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.